പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കേരളത്തിൽ പോലും വല്ലാത്ത വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ആ വിഷയമേ കാണാനുള്ളൂ. അത് NSSുമായി ബന്ധപ്പെട്ടുള്ളതാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പിണറായി വിജയനെയും സർക്കാരിനെയും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പിന്താങ്ങിയതാണ് ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്ന് രണ്ട് വശങ്ങളാണ് ഞാനിപ്പോൾ ഒന്ന് വിലയിരുത്തുന്നത്. അതായത് NSSന്റെ പിന്തുണ, പ്രത്യേകിച്ച് NSSന്റെയും വെള്ളാപ്പള്ളി നടേശന്റെ SNDPയുടെയും പിന്തുണ പിണറായി വിജയൻ സർക്കാരിനും പിണറായി വിജയന്റെ പാർട്ടിയായ CPMനും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? NSSന്റെ പിന്തുണയ്ക്കിടെ അതിനകത്ത് കഴമ്പുണ്ടോ? ഇത് ആർക്കായിരിക്കും അന്തിമമായി ഗുണം ചെയ്യുക? ഇതിനകത്ത് നിരവധി രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഗൂഢലക്ഷ്യങ്ങളും ഒരുപക്ഷെ നമ്മൾ നേരിട്ട് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ സെൻസിന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അന്തർധാരകളും ചർച്ചകളും ഒക്കെ ഇതിനകത്ത് ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും സുകുമാരൻ നായരുടെ, അത് NSS എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗവൺമെന്റിനെ നിശ്ചിതമായി വിമർശിച്ചതാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ നാമജപ ഘോഷയാത്ര തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ വലിയ തലവേദനയാണ് ഈ ഇടതുമുന്നണി സർക്കാരിന് NSS അന്ന് ശബരിമല കാലഘട്ടത്തിൽ 2018 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത്. ഇത് ആർക്ക് ദോഷം ചെയ്യും, ആർക്ക് ഗുണം ചെയ്യും? അന്തിമ ഫലം ലഭിക്കാൻ പോകുന്നത് ആർക്കാണ്? നിങ്ങൾ തുടരുക. ഈ പാൽപ്പായസം നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് കേട്ടാൽ നമ്മുടെ നാവിൽ വെള്ളമൂറും. അത് കിട്ടാതെ, അതായത് പാൽപ്പായസത്തിനെ കുറിച്ച് കേട്ടിരിക്കുന്നു. പക്ഷേ ഒരു പ്രാവശ്യം പോലും അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടില്ലാത്ത ചിലർക്ക് പെട്ടെന്ന് ഒരു കുടം നിറയെ പാൽപ്പായസം കൊണ്ട് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? വല്ലാത്ത ആഹ്ലാദമായിരിക്കും അല്ലേ? ഒരുപക്ഷെ അത് ഈ കോരി കുടിക്കണമെന്നും തലയിൽ കൂടി ഒഴിക്കണമെന്നും ഒക്കെ തോന്നും. അത്രമാത്രം സന്തോഷമായിരിക്കും ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വേണ്ടി ദാഹിച്ച് കാത്തിരുന്ന ഒരാളിന്റെ മുന്നിൽ പാൽപ്പായസം കൊണ്ടുവച്ചാലുള്ളത്. ഏകദേശം അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ CPMനുള്ളത്. CPM വല്ലാതെ ഈ മനപ്പായസം കുടിച്ച് മതന്മത്തമായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ 3ാം തവണ ഉറപ്പായി കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസവും ഒക്കെ ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് NSSന്റെ പിന്തുണയാണ്. SNDP വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ നേരത്തെ ഉണ്ടായിരുന്നു. അതിനെ അവർ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ അതിനെ ഒരു സമുദായ സംഘടന പിന്തുണയായിട്ട് രംഗത്ത് വരുമ്പോഴും മുന്നോട്ട് വന്ന് നിൽക്കുമ്പോൾ അതിനെ എതിർക്കാതെ അതിനെ കൂടെ കൊണ്ട് നടക്കാനാണ് പിണറായി വിജയന്റെ തന്ത്രം ആവിഷ്കരിച്ചത്. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ സമർത്ഥമായിട്ട് തൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു ഡയറക്ടർ ബോർഡ് അംഗത്തെ കൊണ്ട് വല്ലാതെ ചരട് വലിപ്പിച്ചിട്ടാണ് ഈ സുകുമാരൻ നായരുടെ ഈർഷ്യ ഒന്ന് അവസാനിപ്പിച്ചതും അദ്ദേഹത്തിനെ കയ്യിലെടുക്കാൻ കഴിഞ്ഞതും. അദ്ദേഹത്തിന് ചില ഓഫറുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പൊതുവിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. പക്ഷേ അത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയൊന്നും ഓഫർ കിട്ടിയിട്ടുണ്ടോ അല്ലെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള മറ്റൊരു കാര്യം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, സുകുമാരൻ നായർ പറഞ്ഞത് ഞങ്ങളല്ല നിലപാട് മാറ്റിയത്, NSS അല്ല നിലപാട് മാറ്റിയത്. NSSന്റെ നിലപാട് ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ശബരിമലയിലെ ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം, വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആ നിലപാട് തന്നെയാണ് 2018 ഞങ്ങൾ എടുത്തതും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ വല്ലാതെ ഒരുമ്പെട്ട് രംഗത്ത് വന്നപ്പോൾ നാമജപ ഘോഷയാത്രയുമായിട്ട് രംഗത്ത് വന്നതും. അങ്ങനെ 2018 ഒക്ടോബർ 2-ാം തീയതി തുടങ്ങി നാമജപ ഘോഷയാത്രയാണ് പിന്നീട് ഒരു വലിയ പ്രക്ഷോഭത്തിന് കാരണമാവുകയും ആദ്യ കാലഘട്ടങ്ങളിൽ പിന്തുണ നൽകിയവർ, ഈ സുപ്രീം കോടതിയിലെ വിധി വന്നപ്പോൾ പിന്തുണ നൽകിയ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിൽ നിന്നും പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിനെതിരായിട്ട് രംഗത്ത് വന്നതും NSSന്റെ നിലപാടിനെ കണ്ടത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടിന് യാതൊരു മാറ്റവുമില്ല.
ഞങ്ങൾ ഇപ്പോഴും ആചാര സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ആചാരം സംരക്ഷിക്കാമെന്ന് ഒരു ക്യാബിനറ്റ് മന്ത്രി, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് മന്ത്രി തന്നോട് വന്ന് നേരിട്ട് പറയുകയും തങ്ങളുടെ നിലപാട് പഴയ നിലപാടിലല്ല ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, ഞങ്ങൾ മാറിയിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളുടെ നിലപാട് മാറിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ അയ്യപ്പ സംഗമത്തിന്, ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ഒരു സംഗമം നടത്തുമ്പോൾ എന്തുകൊണ്ട് പിന്തുണച്ചൂടാ എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാണ്, കാരണം നിലപാട് മാറ്റിയത് പിന്നെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുമാണ്, CPM-ഉമാണ്, ഞങ്ങളല്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്തുണ നൽകി എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. പക്ഷെ അതിനകത്തുള്ള രാഷ്ട്രീയം മറ്റൊന്നാണ് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്കാരനായിരുന്നു, കോൺഗ്രസ് വിശ്വാസിയായിരുന്നു ഈ അടുത്ത കാലം വരെയും സുകുമാരൻ നായർ. പക്ഷെ പെട്ടെന്ന് ഒരു കോൺഗ്രസ് വിരോധം അദ്ദേഹത്തിലേക്ക് കടന്നു വരികയും ഇടതുപക്ഷ സ്നേഹം ഉണ്ടാവാൻ കാരണം എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വന്നാൽ മുസ്ലിം ലീഗിനും അതുപോലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ചില സമുദായ അംഗങ്ങൾക്കും കീ റോളുകൾ ആ മന്ത്രിസഭയിൽ ലഭിക്കുമെന്നും അത് വെള്ളാപ്പള്ളി നടേശൻ തുറന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു കുറെ കാലം കൊണ്ട്. സുകുമാരൻ നായർ അത് തുറന്നു പറയുന്നില്ല. അതിലെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഇപ്പൊ നടക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ട അതിന് അകത്ത് ഉള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഈ തീരുമാനത്തിന് അകത്തുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോ പിന്നെ മുസ്ലിം ലീഗിനെ അജണ്ട നിശ്ചയിക്കുന്ന, പണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്, പിന്നെ UDF-ന്റെ അജണ്ട നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞത് അവർക്ക് ഗുണം ചെയ്തു. അത് അവരുടെ അടുത്ത തെരഞ്ഞെടുപ്പിന് അവർക്ക് രണ്ടാമത് തെരഞ്ഞെടുപ്പ് പിന്നെ മന്ത്രിസഭ ഉണ്ടാക്കാനും അധികാരത്തിൽ വരാനും ഗുണം ചെയ്ത ഒരേ ഒരു പ്രയോഗമാണ് ഈ അടുത്ത UDF ജയിച്ചു കഴിഞ്ഞാൽ അജണ്ട നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്ന് പറഞ്ഞത്. അത് കേരളത്തിൽ വല്ലാതെ ഗുണം ചെയ്തു. അപ്പൊ ഇപ്പോ നമ്മുടെ നിലപാട്, അതായത് ആചാരങ്ങൾ പിന്നെ നിലനിർത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അതിന് ഞങ്ങൾ വിരുദ്ധമല്ല എന്നും അതുകൊണ്ട് ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റമുണ്ടെന്ന് ഒരു ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ വന്ന് നേരിട്ട് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കതിന് പിന്തുണ കൊടുക്കാൻ പാടില്ലാത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ മത്സരപുത്രനായ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കോൺഗ്രസ് വലിയ സ്ഥാനമൊന്നുമില്ല. അടുത്ത മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ, UDF-ന്റെ അധികാരമാണ് വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കീ റോൾ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ UDF-ന്റെ ഭരണകാലത്ത് ഒരു കീ റോൾ കിട്ടണമെന്ന് ഒരിക്കൽ സുകുമാരൻ നായർ പ്രസംഗിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചതും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ സുകുമാരൻ നായർ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പിന്നിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ ബുദ്ധി ഉണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും UDF-ന് ഇപ്പോൾ വല്ലാതെ ആശങ്കയിലാണ്. UDF പഴയതുപോലെ പിന്നെ പെരുന്നയിൽ ഇങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ, ജനറൽ സെക്രട്ടറിയെ കാണാൻ കയറി ഇറങ്ങുന്നില്ല, അദ്ദേഹത്തോട് കുശലം അന്വേഷിക്കുന്നില്ല. VD സതീശന്റെ കയ്യിൽ കോൺഗ്രസ് വന്നതോടുകൂടി പിന്നെ പിന്നെ അവഗണിക്കുന്ന രീതിയാണ് കാണുന്നത്. അത് മാറ്റിയെടുക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഈ സുകുമാരൻ നായർ നടത്തിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതൊന്ന്. ഇനി രണ്ട്, ഈ പിന്തുണ കൊണ്ട് CPM-ന് ഗുണമുണ്ടാകും? ഒരു കാരണവശാലും CPM-ന് ഇപ്പോൾ CPM മനപ്പായസം കോരിക്കുടിച്ച് നടക്കുകയാണ്. NSS-ന്റെ പിന്തുണ കിട്ടിയല്ലോ, SNDP-യുടെ പിന്തുണ കിട്ടിയല്ലോ, അത് കഴിഞ്ഞ് സമസ്തയുടെ പിന്തുണയുണ്ടല്ലോ, പിന്നെ അച്ഛന്മാരെ ക്രിസ്ത്യൻ സഭ മേലധികാരികൾക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ ഒരു മഹാസമ്മേളനം നടത്തുന്നു, അതുകൂടെ കഴിയുമ്പോൾ അവരുടെയും പിന്തുണ കിട്ടും. അങ്ങനെ മൂന്നാമതും അധികാരത്തിൽ വരാമെന്ന മനപ്പായസം ഉണ്ട്, ഇങ്ങനെ കഴിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ NSS-ന്റെ പിന്തുണ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഗുണമുണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്, സത്യം തന്നെയാണ്. CPM-ന് അതിന്റെ പ്രയോജനം ഉണ്ടാകില്ല. പകരം പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് ആർക്കാണ്? UDF-നാണോ കോൺഗ്രസിനാണോ? അല്ല. ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരുപക്ഷെ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ നമ്മൾ കുറച്ചും കൂടി തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്നും രാഷ്ട്രീയ വിശകലനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആ ദീർഘകാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ പിന്തുണ ഗുണം ചെയ്യാൻ പോകുന്നത് BJP-ക്കായിരിക്കും.
പിന്നെ കോൺഗ്രസിനകത്ത് വല്ലാതെ അടുത്ത ഗവൺമെന്റ് ഭരിക്കാൻ വരാതെ വന്നാൽ, ഭരണം കിട്ടാതെ വന്നാൽ കോൺഗ്രസ് ഛിന്ന ഭിന്നമാകും. കോൺഗ്രസ് ഛിന്ന ഭിന്നമാകുന്നതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിൽ നിന്നും ഒരു കൂട്ടം MLA മാർ പോലും, നിലവിലുള്ള MLA മാർ പോലും മാറി പുലർന്നു മാറി മറ്റിടത്തേക്ക് വരികയും അത് ഒരു പ്രത്യേക പാർട്ടിയായിട്ട് അവർ പലരും നേരിട്ട് BJP-യിലേക്ക് ചേരാൻ സാധ്യത കുറവാണ്. പകരം അവര് ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ കോൺഗ്രസിൽ നിന്നും വിട്ടുമാറി വരുന്ന MLA-മാരെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയൊരു നിർണായക ഒരു ഗ്രൂപ്പ് പിന്നെ പ്രത്യേക പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടി NDA-യുമായി, BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-യുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അന്തിമമായിട്ട് BJP-ക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്ന, BJP-യിലേക്ക് ആളെത്തിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ തുടക്കം കുറിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അത് CPM മനപ്പായസം ഉണ്ണുന്നത് ഒരു പക്ഷേ താൽക്കാലിക നേട്ടം CPM-ന് ഉണ്ടാകുമെങ്കിലും ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ തീരുമാനം, ഈ സുകുമാരൻ നായരുടെ ഈ തീരുമാനം, NSS-ന്റെ ഈ ഒരു മലക്കം മറിച്ചൽ, ഈ ഒരു ട്വിസ്റ്റ് ഗുണം ചെയ്യാൻ പോകുന്നത് അന്തിമമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ BJP-ക്കായിരിക്കും. CPM-ന് അതോടുകൂടി പിന്നെ CPM എന്നുള്ള പാർട്ടിക്കകത്ത് നിന്ന് പോലും നേരത്തെ കോൺഗ്രസിനകത്തു നിന്ന് ഒരു വിഭാഗം പിന്നെ മാറിപ്പോകുന്നത് പോലെ CPM-നകത്തും വളരെ നല്ലൊരു വിഭാഗം മാറി പോകും. അവരും ഒരുപക്ഷെ BJP-യോടൊപ്പം ചേരുകയോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു പാർട്ടി ഉണ്ടാക്കുകയോ അവർ BJP സഖ്യമുണ്ടാക്കുകയോ ചെയ്യുകയും അങ്ങനെ കേരളം നമ്മൾ കാണാൻ പോകുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും മുഖവും ആയിരിക്കില്ല. അടുത്ത നിയമസഭ കഴിഞ്ഞ് ഒരു വർഷമോ 1.5 വർഷമോ കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കാണാൻ പോകുന്നത് എന്നത്, അല്ലെങ്കിൽ 2 വർഷമോ കഴിയുമ്പോൾ കേരളത്തിൽ കാണാൻ പോകുന്നത് എന്ന ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. പക്ഷെ അതിനുള്ള ഒരു വിത്തിടലാണോ ഇപ്പോൾ സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ? കാരണം ഇപ്പോൾ NSS-ന് വലിയ ഗുണങ്ങളാണ് BJP സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, 10% സാമ്പത്തിക സംവരണം, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്നോക്കക്കാരായ 10% പേർക്ക് സംവരണം വേണമെന്ന ആവശ്യം NSS-ന്റെ ദീർഘകാല ആവശ്യമാണ്. അത് കേന്ദ്ര BJP സർക്കാർ അംഗീകരിക്കുകയും നിയമം പാസ്സാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ തന്നെ കേരളത്തിൽ രൂപീകരിക്കപ്പെടുകയും അതിന്റെ കീഴിൽ വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ സമുദായത്തിൽ അംഗങ്ങൾ ഗുണം ചെയ്യുന്ന തരത്തിൽ നടന്നു വരികയാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു നിലപാട് കൊണ്ടാണ്. 2, ഇപ്പോൾ കരമനയിൽ ഒരു സൈനിക സ്കൂള് NSS-ന് BJP ഗവൺമെന്റ് അനുവദിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ ഉടനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ അവിടെ വളരെ താമസിയാതെ വലിയൊരു സ്കൂൾ അവിടെ സൈനിക സ്കൂൾ ഉണ്ടാകും. അപ്പം കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട സൈനിക സ്കൂള് NSS-ന്റെ കീഴിൽ വരുന്നു. ഇതും കേന്ദ്ര സർക്കാരിന്റെ സംഭാവനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് എതിരായിട്ട് വലിയ രീതിയിൽ ഇപ്പോൾ മുരളീധരൻ ഒരു നിയമം ഉണ്ടാക്കും, എന്തുകൊണ്ട് നിയമം ഉണ്ടാക്കിയില്ല, ആചാരങ്ങൾ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കിയില്ല എന്ന് ചോദിക്കുന്നത് വെറും ഒരു ചോദ്യം മാത്രമാണ്. പക്ഷേ BJP-ക്ക് അന്തിമ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഈ NSS-ന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് ഈ സുകുമാരൻ നായരെ ഇപ്പോൾ ട്രോളുന്നവരെല്ലാം ഒരുപക്ഷെ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ആ ട്രോളുന്നവർക്കെല്ലാം ഈ കാര്യങ്ങൾ അപ്പോഴായിരിക്കും വ്യക്തമാകുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ.